ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ ഒരു സീറ്റിൽ പോലും BJP കേരളത്തിൽ ജയിച്ചില്ല. പക്ഷെ എല്ലായിടത്തും അവർ മത്സരിച്ചു. അപ്പൊ ജയസാധ്യത നോക്കിയോ വോട്ട് നോക്കിയോ ആയിരുന്നില്ല. കുറെ വർഷങ്ങളായി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP, അവരുടെ മുന്നണി. പക്ഷെ നിലമ്പൂരിന്റെ കാര്യം വന്നപ്പോൾ ഒന്ന് അറച്ചു നിന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മുടെ സമൂഹത്തിൽ ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതായി പറയുന്നുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ച് കേൾക്കുമ്പോൾ സമൂഹത്തിൽ മറ്റൊട്ടേറെ സംശയങ്ങൾക്കാണ് അത് ഇട നൽകിയിട്ടുള്ളത്. UDF സംഭാവന ചെയ്ത സ്ഥാനാർത്ഥിയാണ് എന്നാണ് വരുന്നത്. ഞാനിത് ആലങ്കാരികമായി പ്രയോഗിക്കുന്നതല്ല. സ്ഥാനാർത്ഥിയായ ബഹുമാന്യനായ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം UDF-ലെ ഘടകകക്ഷിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണെന്നാണ്, അല്ലേ? ആണ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ UDF-ലെ ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു.